ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റാഗ്രാം. ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് മലബാർ വൈറ്റ് ഹൗസിലാണ്. മലബാർ വൈറ്റ് ഹൗസ് നമ്മുടെ ഗുരുവായൂർ റോഡിൽ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യൂ ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാം. ഇതാ ഇവിടെ ഇതായിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാതരം ഫുഡും ആൻഡ് സ്റ്റേ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓണറുമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് 2-3 വർഷമായി അറിയാം. പിന്നെ ആളുടെ വൈറ്റ് ഹൗസിൽ ഞാൻ വേറെയുള്ള വൈറ്റ് ഹൗസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വ്യൂ. ജസ്റ്റ് അങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് ഈ വൈറ്റ് ഹൗസുമായിട്ട് കണക്റ്റിങ് ചെയ്യാം. ഓക്കെ, ഇതിന് മുകളിൽ നമുക്ക് റൂമുകൾ അവൈലബിൾ ആണ് സ്റ്റേക്ക്. ഓക്കെ, റിസപ്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ മുകളിലേക്കാണ് റൂം കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ വേറെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവാം. ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ അടിപൊളി ഏരിയ ഉണ്ട്. നമുക്ക് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈവനിങ് വൈബിൻ്റെ ലൈറ്റ് ഫുള്ളായിട്ടുള്ള ഇത് ഞാൻ പിന്നീട് എടുക്കുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ടൂറ്, പിന്നെ ടെമ്പിളിലേക്ക് ഉള്ള വിസിറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കണക്ട് ചെയ്ത് ഗുരുവായൂർ പോകുമ്പോൾ പോകുന്ന റോഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഓക്കെ, മലബാർ വൈറ്റ് ഹൗസ് ആണ് ഇതിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഇവിടെ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അറിയും. പിന്നെ ഫുഡ് ഏത് തരം ഫുഡ് ആണെങ്കിലും ഉണ്ട്. നോൺ വെജ് ഉണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ഇതും ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത്ര തന്നെ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലും വ്യൂസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ലൈറ്റ്, ഫാൻ ഇതൊക്കെയാണ്. പക്ഷേ നൈറ്റ് ഇത് കത്തിക്കുമ്പോഴാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നവർക്കും പിന്നെ ടെമ്പിൾ വിസിറ്റിങ്ങിന് വരുന്നവർക്കും ഈ ഹോട്ടലൊരു റെസ്റ്റ് ഹൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, റെസ്റ്റ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ആംഗിൾ. ഇവിടെ നിന്ന് നമുക്ക് ഈ റോഡിലെ വ്യൂസ് കാര്യങ്ങളെല്ലാം കാണാം. അത്ര തന്നെ. ഇത് സൈഡായിട്ടുള്ളൊരു ഹോട്ടലിൻ്റെ തന്നെ സൈഡായിട്ടുള്ളൊരു ഫുഡിങ്ങിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇനി താഴത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതേമാതിരി വേറൊരു വൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഹോം വരുന്നത്. അപ്പം ഇതിൻ്റെ ഓണറുമായിട്ട് ഞാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്. അത്ര തന്നെ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്ന റെസ്റ്റിംഗ് ഏരിയാസിൽ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ ലൈറ്റിങ് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു സൈക്കിള് വെച്ചിട്ടുണ്ട്. സൈക്കിൾ റിക്ഷ എന്ന് പറഞ്ഞ ഓൾഡ് റിക്ഷൻ്റെ ഒരു സംഭവം. പക്ഷെ അത് വർക്കിംഗ് അല്ല, വേണമെങ്കിൽ അത് വർക്കിംഗ് ആക്കാം, അത്ര തന്നെ. ഓക്കെ, ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണുന്നതാണ്.